അപ്പോസ്തലനായ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത സ്ഥലത്തേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രൈ ഫൗണ്ടൻ എന്ന പേരിലാണ് ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഓസ്ട്രിയൻ റോഡിനോട് ഏകദേശം അടുത്ത ഒരു സ്ഥലത്താണ് ആ സ്ഥലം അത് നിലനിൽക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും തന്നെ എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഇത് ഒരു വിജയപീഠത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജയാളിയുടെ പ്രഖ്യാപനം അല്ല, എന്നാൽ ഒരു തടവറയിൽ നിന്നുള്ള ഒരു പടയാളിയുടെ, ക്രിസ്തുവിന്റെ, അപ്പോസ്തലന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ നാം കേട്ടത്. എന്നാൽ ഒരു തടവറയുടെ മണമോ അതിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമോ ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു തികഞ്ഞ ശ്രീലാളിതനായ ഒരു വ്യക്തിയുടെ ലോകത്തോടുള്ള പ്രഖ്യാപനമായിട്ട് നമുക്ക് ഈ പ്രഖ്യാപനത്തെ കാണുവാൻ കഴിയുന്നു. പൗലോസിന്റെ അന്ത്യ വിസ്താരത്തെക്കുറിച്ച് വിശദമായി നമുക്ക് ഒന്നും കാണുവാൻ കഴിയുന്നില്ല. തീവെപ്പും അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റവും ചുമത്തി തന്നെ ആ നിലയിലെ ശിക്ഷയ്ക്ക് വിധിച്ചതായിരിക്കാം. AD 67 ജൂൺ 29 പൗലോസ് എന്ന മഹാനായ മനുഷ്യനെ ശിരച്ഛേദം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തന്റെ ശിരസ് ഛേദിക്കപ്പെടുന്നതിന് മുമ്പായി ചില ദിവസങ്ങൾ ഈ പള്ളി നിൽക്കുന്ന താഴോട്ട് നാം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ കുണ്ടറ, ഒരു കാരാഗ്രഹം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾ തന്നെ അവിടെ കിടത്തി. അതിനുശേഷം ഇതിന്റെ മുമ്പിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നെ ശിരച്ഛേദം ചെയ്യിപ്പിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഈ കാണുന്നതാണ് ആ ദിവസങ്ങളിൽ തന്നെ കിടത്തിയിരുന്ന ആ കുണ്ടറ. മാമർട്ടിൻ കുണ്ടറ എന്നുള്ള നിലയിലാണ് അതിനെ അറിയപ്പെടുന്നത്. എത്രയോ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് അത് ഇരുന്നു. ഏതൊരു ഹൃദയത്തെയും ചലിപ്പിക്കുന്നതാണ്. ഈ കാണുന്ന സ്ഥലത്തുകൂടാണ് തന്നെ വലിച്ചിഴിച്ചു കൊണ്ടുപോയത്. അന്നത്തെ അതേ റോമൻ പാത തന്നെയാണ്, ആ കല്ലുകൾ തന്നെയാണ്, പൗലോസ് നടന്ന കല്ലുകൾ തന്നെയാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മുൻപിൽ കാണുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് തന്റെ ശിരസ് ഛേദിക്കപ്പെടുന്നത്. ഇവിടെ വന്നപ്പോൾ പടയാളി തന്നോട് നിൽക്കുവാൻ പറഞ്ഞു. പൗലോസ് നിന്നു. നാം ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ഉയർന്ന തൂണിൽ തന്റെ തല ചായ്ച്ചു വയ്ക്കുവാൻ പറഞ്ഞു. അങ്ങനെ അനുസരിച്ചു. തന്റെ തല സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് താൻ തല ചായ്ച്ചു വെച്ചു. പടയാളി തന്റെ വാൾ ഉയർത്തി മഹാനായ പൗലോസിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ശിരസും ശരീരവും രണ്ടായി മാറി നിലത്ത് വീണ് പിടയുന്ന കബന്ധത്തിൽ നിന്ന് തർസോസിലെ ശൗൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നു. തല 3 ഇടത്തായി ഉരുണ്ടു എന്നും അവിടെ നിന്ന് അത്ഭുതകരമായ 3 ഉറവുകൾ ഉണ്ടായി എന്നുമാണ് പാരമ്പര്യം പറയുന്നത്. വിശ്വാസികൾ ചേർന്ന് അപ്പോസ്തലനെ അടുത്തുള്ള ഓസ്ട്രിയൻ റോഡിനോട് ചേർന്നൊരു സ്ഥലത്ത്, ഇന്ന് സെന്റ് പോൾ ബസിലിക്ക എന്ന നിലയിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിച്ചു. എന്നും ആ ഉറവകളിൽ നിന്ന് വെള്ളം വരുന്ന ശബ്ദം കേൾക്കുന്നുവെന്ന് അറിയുന്നു. അതിന് ചെവി വെച്ച പലരും അത് ശ്രവിക്കുന്നതാണ് കാണുന്നത്. ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കാണുന്ന കല്ലിലാണ് തന്റെ ശിരസ് ഛേദിക്കപ്പെടുന്നത്. പൗലോസിന്റെ ജീവിതം എത്രയോ ധന്യമാണ്, എത്രയോ മാതൃകമാണ്. അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും വലിയ ഒരു ഉപകരണമായിരുന്നു പൗലോസ്. ധന്യവും മഹത്വരമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും അനധിവിദൂര ഭാവിയിൽ പൗലോസിനെ നമുക്ക് മുഖാമുഖം കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. പൗലോസിന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.